ഞാൻ ആ പാവം മനുഷ്യനെ കുറിച്ചാണ് ചിന്തിച്ചത്, ദേവനാരായണൻ തിരുമേനിയെ കുറിച്ച്. മകള് മരിച്ച കാര്യം അറിഞ്ഞാൽ ഇപ്പൊ അറിഞ്ഞില്ലേ? ഒരു മരണം എങ്ങനെയാടാ ഒളിച്ചു വെക്കാൻ പറ്റുന്നത്? ഈ അച്ഛനും മക്കളും എന്നൊക്കെ പറയുന്നത് ഒരു സത്യമല്ലേ? ആ സത്യത്തിന് ഒരു വിലയില്ലേ? സോറി ഏട്ടാ, ഇവര് രണ്ടുപേരും നിൽക്കുന്ന അവസ്ഥ കണ്ടപ്പോ ഞാൻ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. ഇപ്പൊ പോലീസുകാർ തിരിച്ചുപോയി. പക്ഷേ ഇതുകൊണ്ട് അവർ അന്വേഷണം നിർത്തുമെന്ന് ചെറിയച്ഛന് തോന്നുന്നുണ്ടോ? ഇനി ചിലപ്പോ ഇതിലും വലിയ ഉദ്യോഗസ്ഥർ വരും. നമ്മളെയൊക്കെ ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യാനും തുടങ്ങും. മോനെ വരണേ. ഇറങ്ങിപ്പോയ പ്രിയങ്കെ വേറെ ആരോ ചുട്ടുകരിച്ചു എന്നൊക്കെ ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിക്കാം. സത്യത്തിൽ നിനക്കെന്തെങ്കിലും കൈപ്പിഴ പറ്റിയതാണോടാ? അല്ല, ഒന്ന് കത്തിക്കുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? ചെറിയമ്മയ്ക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലീസുകാർ മുമ്പിൽ വന്ന് നിന്നപ്പോ പറയാമായിരുന്നല്ലോ. അവരെന്നെ പിടിച്ചോണ്ട് പോവായിരുന്നല്ലോ. ഞാൻ അതിനു വേണ്ടി പറഞ്ഞതല്ല. പറ്റിയത് കയ്യബദ്ധമാണെങ്കിൽ നിനക്കൊരു പോറല് പോലും ഇല്ലാതെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ. വരുൺ, ബോഡി കണ്ടപ്പോൾ മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ചെറിയമ്മ പറഞ്ഞ പോലെ നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നീ അത് തുറന്നു പറ. പോലീസിലായാലും രാഷ്ട്രീയത്തിലായാലും ആവശ്യത്തിന് പിൻബലം നമ്മുടെ കുടുംബത്തിനുണ്ട്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത്. എന്നെ രക്ഷിക്കാൻ വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. ഞാൻ സത്യത്തിലാണ് വിശ്വസിക്കുന്നത്. സത്യം തോറ്റു പോവാണെങ്കിൽ ഞാനും അത് തോറ്റുപോട്ടെ. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അമ്മ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അമ്മയോട് കള്ളത്തരം പറഞ്ഞിട്ടില്ല. പ്രിയങ്കയുടെ മരണവുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അത് അമ്മയ്ക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. ദേവനാരായണൻ തിരുമേനി അടങ്ങിയിരിക്കൂ. കാര്യം അയാൾ ഗതിയില്ലാത്തവനാണെങ്കിലും അയാളൊരു പൂജാരിയല്ലേ? അയാൾ ഒരു പോലീസ് ഓഫീസറുടെ മുന്നിലേക്ക് കയറി ചെന്ന വില കിട്ടും. കണിമംഗലത്ത് ആർക്കോ ജയിലിൽ കിടക്കാനുള്ള യോഗമുണ്ട്. കൽപ്പനെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മേ, കണിമംഗലത്തെ എന്ത് പ്രശ്നം വരുമ്പോഴും നീ നിന്റെ ലാഭത്തെക്കുറിച്ചാ ചിന്തിക്കുന്നേ. ഈ കാര്യത്തിൽ അത് വേണ്ട.